നമ്മുടെ സ്കൂളിൽ സാമൂഹ്യ വിരുദ്ധരുടെ ആക്രമണം ഉണ്ടാകുന്നത്. ഓഫീസ് റൂം കുത്തി തുറക്കുക, പൈപ്പും മറ്റ് ബോർവെല്ലിന്റെ ഉപകരണങ്ങളും തല്ലി തകർക്കുക, ഒരുപാട് സാമ്പത്തിക പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാക്കി തരുന്നുണ്ട് ഈ സാമൂഹ്യ വിരുദ്ധർ. ഇവരാരൊക്കെയാണെന്ന് നാട്ടുകാർക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാം. നമ്മളിത് സ്കൂളിൽ തന്നെ ഒതുക്കി വലിയ പ്രശ്നങ്ങളിലേക്ക് പോകണ്ട എന്ന് കരുതിയിരിക്കുന്ന സമയത്ത് മിനിഞ്ഞാന്ന് വീണ്ടും പ്രശ്നങ്ങളുണ്ടായി. പോലീസിനെ അറിയിച്ചു, പോലീസ് സ്ഥലത്ത് വന്നു, പക്ഷെ അവർക്ക് ആരെയും കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. പ്രതിഷേധം എന്നോണമായിരിക്കാം ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം നമ്മുടെ ക്ലാസ് മുറികളിൽ അതിക്രമിച്ച് ഇവർ കടക്കുകയും കുട്ടികളുടെ പഠന ഉപകരണങ്ങളും അവരുടെ പ്രോഡക്ട്സുകളും അധ്യാപികമാര് സൂക്ഷിച്ചിരുന്ന അലമാരിയിൽ സൂക്ഷിച്ചിരുന്ന ഫയലുകളും മറ്റു പേപ്പറുകളും എല്ലാം വലിച്ചു കീറി ക്ലാസ് റൂമിൽ വിതറിയിട്ടിരിക്കുകയായിരുന്നു. അലമാരികൾ കുത്തി തുറന്നു, അലമാരിയുടെ ചില്ലുകൾ അടിച്ചു തകർത്തു. ഇതെല്ലാം പ്രതിഷേധിക്കേണ്ടതാണ്. ഞങ്ങളുടെ കുഞ്ഞുമക്കൾ പഠിക്കുന്ന അല്ലെങ്കിൽ അവരുടെ അവകാശത്തെയാണ് ഇത് നിഷേധിക്കുന്നത്. ദയവ് ചെയ്ത് അധികാരികൾ എത്രയും വേഗം കണ്ണു തുറക്കണമെന്നും ഇതിനൊരു പരിഹാരം കാണണമെന്നും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. നാടിന് മാതൃകയായി നിൽക്കുന്ന സ്കൂളിനെ ആക്രമണങ്ങളിൽ നിന്നും വിമുക്തമാക്കുക. ഇരുട്ടിന്റെ മറവ് പറ്റി സ്കൂളിൽ അതിക്രമിച്ചു കയറുന്ന സാമൂഹ്യ വിരുദ്ധരെ പോലീസ് അറസ്റ്റ് ചെയ്യുക. വിദ്യാർത്ഥികളുടെ പഠനോപകരണങ്ങൾ നശിപ്പിക്കുന്ന കാബാലികരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക. പഞ്ചായത്തിന്റെയും പോലീസിന്റെയും നാട്ടുകാരുടെയും ഇടപെടൽ ഉണ്ടാവണമേ എന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ ഇന്നിവിടെ ഒത്തുകൂടിയിരിക്കുന്നത് എന്തിനാണെന്ന് എല്ലാവർക്കും അറിയാം. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ അവധിയായിരുന്നു. ആ സമയങ്ങളിൽ നമ്മുടെ സ്കൂളിൽ ഉണ്ടായ ഒരുപാട് നഷ്ടത്തിന്റെ പ്രശ്നങ്ങൾ അത് ഇതിനു മുമ്പ് പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും അതിന് കൃത്യമായൊരു നടപടിയോ അല്ലെങ്കിൽ അതിന് ഉത്തരവാദികളായ ആൾക്കാരെ കാണുകയോ ചെയ്യപ്പെടാത്തൊരു അവസരത്തിലാണ് നമ്മൾ ഇന്ന് റോഡിലേക്ക് ഇറങ്ങേണ്ടി വന്നത്. അതിനാൽ അതിനുവേണ്ടി നമ്മുടെ വിദ്യാഭ്യാസം നേടുക എന്നുള്ള നമ്മുടെ അവകാശത്തിന് വേണ്ടി നമുക്ക് സ്വസ്ഥമായൊരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ഒരു അവകാശത്തിന് വേണ്ടി നമ്മൾ പുറത്തോട്ടിറങ്ങിയിരിക്കുകയാണ്. സംരക്ഷിക്കൂ, സംരക്ഷിക്കൂ, നമ്മുടെ സ്കൂളിനെ സംരക്ഷിക്കൂ. വിദ്യ നമ്മുടെ അവകാശം, അതിനെ തടയാൻ നോക്കണ്ട. ഓരോ ചൂടും മുന്നോട്ട്. സംരക്ഷിക്കൂ, സംരക്ഷിക്കൂ, എന്റെ സ്കൂളിനെ സംരക്ഷിക്കൂ. ഞങ്ങളെ പഠിക്കാൻ അനുവദിക്കൂ. കുട്ടികൾ റോഡിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അതിലേക്ക് എല്ലാ നാട്ടുകാരുടെയും ശ്രദ്ധ ക്ഷണിച്ചുകൊള്ളുന്നു. തലയെടുപ്പോടുകൂടി നിൽക്കുന്ന ഒരു സരസ്വതി മന്ദിരമാണ് ഞങ്ങളുടെ NDUP സ്കൂൾ. കുറച്ചു നാളുകളായി സാമൂഹ്യ വിരുദ്ധരായ ആളുകളുടെ അഴിഞ്ഞാട്ടമാണ് അവിടെ നടക്കുന്നത്. ഒത്തിരി പ്രശ്നങ്ങൾ, ഓഫീസ് റൂം തല്ലി തകർക്കുന്നത് ഉൾപ്പെടെ, തല്ലി തകർക്കുന്നത് ഉൾപ്പെടെ, ക്ലാസ് റൂമുകളിലെ അലമാരികളും കുട്ടികൾക്ക് ഉപയോഗിക്കേണ്ട ഡെസ്ക്, ബെഞ്ച് ഇതെല്ലാം അടിച്ചു തകർക്കുന്ന ഒരവസ്ഥയാണ് കഴിഞ്ഞ കുറെ മാസങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പോലീസിൽ ഞങ്ങൾ പരാതിപ്പെട്ടു, പോലീസുകാർ വരുന്നുണ്ട്. പക്ഷേ ഇത്രയും അതിക്രമങ്ങൾ കാണിച്ചിട്ടും ഒരാളെ പോലും അറസ്റ്റ് ചെയ്യാനോ അവർക്കെതിരെ നടപടിയെടുക്കാനോ ആർക്കും സാധിക്കുന്നില്ല.